എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്. അതായത് മഴക്കാലത്ത് ജന്തുജന്യ രോഗങ്ങളിൽ ഒരു പ്രധാനമായി കേൾക്കപ്പെടുന്ന ഒരു അസുഖമാണ് എലിപ്പനി. ജന്തുജന്യ ഈ സൂണോസിസ് എന്ന് പറയും. അതായത് നമുക്ക് എലികള്, പന്നികള്, അല്ലെങ്കിൽ പട്ടി, പൂച്ച, ബാറ്റ്, ഈ വവ്വാല്, ഇവയിൽ നിന്നൊക്കെ ചില രോഗങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വന്നു ചേരാറുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് രോഗങ്ങളിൽ നിന്ന് റോഡൻസ്, എലി, മൂഷികൻ, പെരിച്ചാഴി, ഈ ഒരു കാറ്റഗറി ഉള്ള ജീവികളിൽ നിന്നാണ് യൂഷ്വലി പൊതുവെ നമുക്ക് ഈ എലിപ്പനി കിട്ടാറ്. അപ്പം നമ്മൾ സാധാരണ എലിപ്പനി ഒരിടക്ക് നമുക്കൊരു അത്യാവശ്യം ഒരു എൻഡമിക് പോലെയൊക്കെ വന്ന് നമ്മളെയൊക്കെ അലാം ചെയ്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലം വരുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ബോധേർഡ് ആവാറുണ്ട്. എന്താണ് ഈ എലിപ്പനി, എന്താണ് അതിൻ്റെ ഒരു പെത്തോളജി? അതായത് ഈ ഒരു ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞൊരു സ്പൈറോക്കീറ്റ് വെറൈറ്റിയിലെ ഒരു മൈക്രോബാണ്, ഒരു സൂക്ഷ്മജീവിയാണ്. ഇത് എലികളെ പോലെ, എലി, പെരിച്ചാഴി, ഈ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ ജന്തുക്കളുടെ വൃക്കയിലായിരിക്കും ഇവ താമസിക്കുക. പക്ഷെ ഈ ജന്തുക്കൾക്കൊന്നും ഈ ലെപ്റ്റോസ്പൈറ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു അസുഖമോ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണത്. അപ്പൊ ആ ഹോസ്റ്റിൽ ഇവര് ജീവിച്ചു കൊണ്ടിരുന്നിട്ട് അവരുടെ വിസർജ്യങ്ങൾ മൂത്രത്തിലൂടെ ആയിരിക്കും യൂഷ്വലി പുറത്തേക്ക് വരിക. മഴക്കാലത്ത് ഇവരുടെ മൂത്രം നമ്മൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലോ ഈ പാടങ്ങളിൽ, കൃഷി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പൈനാപ്പിൾ തോട്ടങ്ങൾ, ഇങ്ങനത്തെ പല പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എലികൾ കൂടുതലും കാണും. അപ്പം ഈ എലിയുടെ മൂത്രം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മളുടെ ശരീരത്തിനുള്ളിലെത്തുക, അതായത് നമ്മുടെ വായ, മൂക്ക്, കണ്ണ്, ചെവി മുതലായ അവയവങ്ങളിലൂടെ ഉള്ളിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിന്റെ പുറത്തുണ്ടാവുന്ന ചെറിയ പോറലുകളോ മുറിവുകളിലൂടെ ഇത് ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ കയറി പറ്റുകയും ആദ്യം ചെറിയ ലക്ഷണങ്ങൾ, അപ്പോൾ 2 തരത്തിലാണ് എലിപ്പനി. ആദ്യം ഒരു മൈൽഡ് സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്, പിന്നെ ഒരു സിവിയർ സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അപ്പം മൈൽഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു തലവേദന, ശരീരം വേദന, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ഓക്കാനം തോന്നുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാം. പിന്നെ തലവേദന യൂഷ്വലി ഉണ്ടാവുക തലയുടെ ബാക്കിൽ നിന്ന് നെറ്റിയിലേക്ക്, മുന്നിലേക്കുള്ള ഒരു ടിപ്പിക്കൽ ആ ടൈപ്പ് ഓഫ് തലവേദനയായിരിക്കും. പേശികൾ വലിഞ്ഞു മുറിയുന്ന പോലത്തെ വേദനയായിരിക്കും. യൂഷ്വലി കാലുകൾക്കായിരിക്കും വേദന കൂടുതൽ അനുഭവിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ പോയി വന്നതല്ലേ, ഒരു സാധാരണ പനിയായിരിക്കും എന്ന് വിചാരിക്കും. അത് ഈ ലെപ്റ്റോസ്പൈറ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. 4 മുതൽ 20 ദിവസങ്ങളാണ് ഒരു വേരി ചെയ്ത് വരിക. ഓൺ ആൻ ആവറേജ് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറിയ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ ഈ ലക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇത് അത്യാവശ്യം താഴുന്നത് പോലെ തോന്നും. നമ്മൾ വീണ്ടും നമ്മുടെ സാധാരണ കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു ചെല്ലുമ്പോഴായിരിക്കും ഇതിൻ്റെ സിവിയറിറ്റി കൂടി പെട്ടെന്നായിരിക്കും. പിന്നെ വരുന്ന സിംറ്റംസ് വളരെയേറെ സിവിയർ ആണ്. വളരെയേറെ എന്താ പറയുക, ഒരു ഡയാലിസിസ് സ്റ്റേജ് വരെയൊക്കെ ഒരു പേഷ്യന്റിനെ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും എലിപ്പനി പിന്നെ അങ്ങ് സെക്കൻഡ് സിവിയർ മോഡിൽ വരുമ്പോൾ വരിക. അപ്പോൾ അത് എലിപ്പനിക്ക് വേറൊരു പേരുണ്ട്, വീൽസ് ഡിസീസ് എന്ന്. അപ്പോൾ ഈ വീൽസ് ഡിസീസ് കണ്ടുപിടിച്ചത് തന്നെ ഒരു 1886 ആ കാലഘട്ടങ്ങളിൽ ഒരു ഡോക്ടറായിരുന്നു. പുള്ളി ഒരു കേസിൽ അത് ഹൃദയത്തിനും പ്രശ്നമുണ്ട്, സ്പ്ലീനിന് പ്രശ്നമുണ്ട്, പ്ലീഹ എന്ന് പറയുന്ന ഒരു അവയവത്തിന് പ്രശ്നമുണ്ട്, കിഡ്നീസിന് പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ ലിവറിന് പ്രശ്നമുണ്ട്, ഹെപ്പറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി, പിന്നെ ഈ റീനൽ ഫംഗ്ഷന്റെ പ്രശ്നം, ഇതെല്ലാം കൂടെ കാണുന്ന ഒരു അസുഖം കണ്ടുപിടിക്കുകയാണ് പുള്ളി. അപ്പം ആ അസുഖം കോസ് ചെയ്യുന്ന ജീവിയെ പിന്നീടാണ് കണ്ടുപിടിച്ചെങ്കിലും പുള്ളിയുടെ പേർക്കാണ് നമ്മൾ ഇതിനെ വീൽസ് ഡിസീസ് എന്ന് പറയുക. അപ്പൊ ഇത്തരത്തിൽ ഈ എല്ലാ അവയവങ്ങളിലേക്കും ഈ അസുഖം ബാധിക്കുകയും അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്, പിന്നെ വരുന്ന തലവേദന, ബോധക്കേട്, ബോധക്ഷയം, തലകറക്കം, ആള് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആള് മാറുക, ശരീരം മൊത്തം നീര് വെക്കുക, വല്ലാത്ത പേശികൾക്കൊക്കെ വല്ലാതെ വലിഞ്ഞു മുറുങ്ങുന്ന ടൈപ്പ് ഓഫ് വേദനകൾ, ശ്വാസം മുട്ടലുണ്ടാവുക, ഞരമ്പുകളെ ബാധിക്കും, ഹൃദയത്തിന്റെ ഫങ്ഷൻസിനെ ബാധിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സിവിയറിറ്റി കൂടിയ ഒരവസ്ഥ. അപ്പം ഈ ഒരു സംഭവങ്ങൾ ആ രീതിയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മൈൽഡ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അപ്പം ഇതിന് മൈൽഡ് സ്റ്റേജിൽ പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഷിവറിങ്, നല്ലപോലെ കിടുകിടാന്ന് പറഞ്ഞുള്ള ഒരു കുളിര് കാണും. അത് കഴിഞ്ഞ് ഒരു നോർമൽ ഫേസ് കഴിഞ്ഞ് വീണ്ടും ഈ ചില്ലും ഹീറ്റും, ഒരു പനിക്കുണ്ടാവുന്ന 2 സ്റ്റേജസ് ആണ്. അപ്പോൾ ഈ ഷിവറിങ്ങും ഹീറ്റും തമ്മിലുള്ളൊരു ഗ്യാപ്പ് കാണും. അപ്പൊ ഈ രീതിയിലാണ് നമ്മളപ്പം ആ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി. ഒരിക്കലും സ്വയം ചികിത്സയിലേക്ക് പോകരുത്. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ റോഡിൽ വെള്ളത്തിൽ കൂടെ നടന്നു വന്നിട്ടുണ്ട്, കാലിൽ ചെറിയ പൊട്ടലോ പോറലോ ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ശരീരം വേദനയും തലവേദനയും
ഈ ആദ്യം പറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണുകയും അതിനുള്ള വേണ്ട ചികിത്സകൾ തേടുകയും ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ച് സിവിയർ ആണ്. നമ്മൾ അത്യാവശ്യം ഒരു ICU കെയർ പേഷ്യൻറ്റിന് കൊടുക്കത്തക്ക ഒരു അവസ്ഥയിലേക്കായിരിക്കും ആ സെക്കൻഡ് സ്റ്റേജിൽ എത്തുക. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലയളവിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ നമുക്ക് മടിയായിരുന്നു. പലർക്കും നമ്മളോർക്കും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കോവിഡ് കേസസ് ഒക്കെയാണ്, എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ സ്വയം ചികിത്സയിലേക്ക് പോവുകയോ അതിനെ നിസ്സാരമായി കാണുകയോ ചെയ്യരുത്. ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, നമ്മുടെ വീടിന് ചുറ്റുവട്ടം എലികളുണ്ട് അല്ലെങ്കിൽ എലികളുമായിട്ടുള്ളൊരു കോൺടാക്ട് വരാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിന് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ചുറ്റുവട്ടവും ഈ വെള്ളം കെട്ടാതെ നോക്കുക. എവിടെയെങ്കിലും പുറത്തുനിന്ന് വന്ന് നമുക്ക് മുറിവുകൾ എന്തെങ്കിലും ഉണ്ട്, കാല് നനയോ എല്ലാം ചെയ്താൽ വന്ന ഉടനെ നന്നായി സോപ്പിട്ട് ധാരാളം വെള്ളത്തിൽ ആ പോർഷൻസ് കഴുകുക. ഈ രീതിയിലെ കാര്യങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഹൈജീനും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹൈജീനും. ഈ ഫുഡ് ഡിസ്പോസലാണ്. ഈ എലികൾ സാധാരണഗതിയിൽ നമ്മുടെ വീടിന് ചുറ്റും ഇല്ലെങ്കിലും മഴക്കാലത്ത് വരാനുള്ള ഒരു മെയിൻ റീസൺ ഇവർ ഫുഡ് തേടിയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഫുഡൊക്കെ നമ്മുടെ വീടിനടുത്ത് തന്നെ എവിടെയെങ്കിലും ചുമ്മാ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവേർഡ് ക്യാൻസിലൊക്കെ തന്നെ വെച്ച് ഡിസ്പോസ് ചെയ്യാൻ നോക്കുക. പരിസരവും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നന്നായി നോക്കിയാൽ തന്നെ നമുക്ക് ഈ എലിപ്പനി പോലെയുള്ള കണ്ടീഷൻസ് വരാതെ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ മൈൽഡ് ഫീച്ചേഴ്സ് ഉള്ളപ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു വൈദ്യ സഹായം തേടാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ലാബിൽ പോയിട്ട് ഒരു സീറം ടെസ്റ്റ് ഉണ്ട്, PCR ടെസ്റ്റ്. അതോ ലാബിൽ ചെന്ന് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസിന് അല്ലെങ്കിൽ എലിപ്പനിക്കുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞ ആ ടെസ്റ്റും റുട്ടീൻ ബ്ലഡ് എക്സാമിനേഷനും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ്.